തയ്യൂരിൽ പുഴ വറ്റി വരളുന്നു. ആലുക്കൽച്ചിറ പാലത്തിന് താഴെയുള്ള തടയണ തകർന്നതോടെ പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത് മേഖലയിലെ കാർഷിക വൃത്തിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. 35 വർഷം മുമ്പാണ് തയ്യൂർ ആലുക്കൽച്ചിറ പാലവും അതിനോട് ചേർന്ന് തടയണയും നിർമ്മിച്ചത്. കാലപ്പഴക്കത്താൽ പാലത്തിനോടൊപ്പം തടയണയും തകർന്നു. കടുത്ത വേനലിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാതെ കർഷകർ ഇപ്പോൾ പ്രതിസന്ധിയിലാവുകയാണ്. 1989 എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലം നിർമ്മിച്ചത്. കൃഷിക്ക് ജലസേചനം നടത്തുന്നതിനായി പാലത്തിനോടൊപ്പം കോൺക്രീറ്റ് തടയണ നിർമ്മിച്ച് പലകകളിട്ട് വെള്ളം തടഞ്ഞ് നിർത്തുവാനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. കാലപ്പഴക്കത്താൽ പാലത്തിന്റെ തൂണുകളും കൈവരികളും തടയണകളുടെ ബീമുകളും തകർന്നു. തടയണയിലെ പലകകൾ കാലവർഷത്തിലെ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. ബീമുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു വീണതിനാൽ പുതിയ പലകകളിട്ട് വെള്ളം തടഞ്ഞു നിർത്തുവാനും കഴിയാത്ത അവസ്ഥയിലാണ്. തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചതിനാൽ പാലവും അപകടാവസ്ഥയിലായി. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് 2023 സംസ്ഥാന ബഡ്ജറ്റിൽ 5,12 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആദ്യം കുറച്ച് വെള്ളം കിട്ടിയിരുന്നു, തീരെ വെള്ളം കിട്ടുന്നില്ല. പിന്നെ പണി തുടങ്ങിയിട്ട് കുറെ കാലമായി. ആദ്യം ചീഫ് എഞ്ചിനീയറായിട്ട് പണിയുണ്ടായിരുന്നു, പിന്നീട് അത് പാലാക്കി. നമ്മളെ KS നാരായണ നമ്പറിലുള്ളപ്പോഴാണ് പാലാക്കി മാറ്റിയത്. ഇങ്ങനെയുള്ള അവസ്ഥകളായിട്ട് കുറെ വർഷമായി നിൽക്കുന്നു. കർഷകർ വളരെ ബുദ്ധിമുട്ടിലാണ്, കാരണം വെള്ളമില്ലാത്ത പ്രശ്നം. എരുമപ്പെട്ടി കടങ്ങോട് പ്രദേശങ്ങളിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എളുപ്പമാർഗമായതിനാലും റോഡ് BMBC നിലവാരത്തിൽ പണിതതിനാലും ആംബുലൻസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. പാലത്തിന്റെ നിരോധന ഉത്തരവ് ലംഘിച്ച് ക്രഷറുകളിൽ നിന്ന് അമിതഭാരം കയറ്റിയുള്ള ടോറസ് ടിപ്പറുകളും അപകടാവസ്ഥയിലായ പാലത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. എരുമപ്പെട്ടിനെയും വേലൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ് ഇത്. ഇതിന്റെ പണി തുടങ്ങിയിട്ട് കുറെ കാലമായി. കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പണികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും ഇതിനൊന്നും മുന്നോട്ടേക്ക് യാതൊരു ഇതും നടക്കുന്നില്ല. ഇപ്പോഴും ഇങ്ങനെ മണ്ണ് പരിശോധന, സ്ഥലം വിളവെടുപ്പ് ഇതൊക്കെ നടക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണാനില്ല. ഇവിടുത്തെ കൃഷിക്കാർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ട ഒരു തടയണയൊക്കെ ഉണ്ടായിരുന്ന ഒരു പാലമായിരുന്നു ഇത്. പാലവും തടയണയും ഒരുമിച്ചുണ്ടായിരുന്നതാണ്. ഇപ്പൊ ഇതിന്റെ പണികളൊന്നും നടക്കുന്നില്ല. എത്രയും വേഗം ഇതിന്റെ പണികൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളിലെ കർഷകർ നെൽകൃഷിക്കും വാഴ, പച്ചക്കറി കൃഷിക്കും പുഴയിലെ വെള്ളത്തെ ആശ്രയിക്കുന്നുണ്ട്. മതിയായ വെള്ളം ലഭിക്കാത്തതിനാൽ പലരും കൃഷി ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ തടയണയും നിർമ്മിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. എന്നാൽ ടെൻഡർ നടപടികളിലേക്ക് പോലും ഇതുവരെ കടന്നിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ മെല്ലെ പോക്ക് നയമാണ് നിർമ്മാണം വൈകുന്നതിന് ഇടയാക്കുന്നതെന്ന് ആരോപണമുണ്ട്. അളവെടുപ്പും മണ്ണിന്റെ ബലപരീക്ഷണവും പല ആവർത്തി നടന്നു. എന്നാൽ പദ്ധതി ഇപ്പോഴും കടലാസിൽ മാത്രമാണ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പദ്ധതി വൈകാൻ ഇടയാക്കുന്നത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിമിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി.